ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നു. ബുദ്ധൻ. ഒരു അച്ചടക്കമുള്ള മനസ്സ് വ്യക്തമായ ചിന്തയ്ക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനും വഴിയൊരുക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അച്ചടക്കമുള്ള മനസ്സ് ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമുള്ള ഊർജം നൽകുന്നു. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതിനായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കും. ഒരു അച്ചടക്കമുള്ള മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണബോധം നൽകുന്നു. നിങ്ങളുടെ സമയവും ഊർജവും എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഇത് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വികാരത്തിലേക്ക് നയിക്കുന്നു. സ്വയം നിയന്ത്രണം. അച്ചടക്കമുള്ള മനസ്സ് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകുന്നു. ഇത് പരസ്പര വിരുദ്ധമായ ആഗ്രഹങ്ങൾക്കിടയിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ദുശ്ശീലങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. സമയ മാനേജ്മെന്റ്. ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ജീവിതത്തിൽ പുരോഗതി നേടാനും സമയം കരമായി ഉപയോഗിക്കാൻ അച്ചടക്കം നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ കാര്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സ്വയം നിയന്ത്രിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമുള്ള കഴിവ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും നിങ്ങളുടെ പൂർണ്ണ സാധ്യതകൾ കൈവരിക്കാനും കൂടുതൽ സാധ്യതയുണ്ട്. സഹനശക്തി വളർത്തുന്നു. ജീവിതം എല്ലായ്പ്പോഴും സുഗമമായിരിക്കില്ല. നിങ്ങൾ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾ അച്ചടക്കമുള്ള മനസ്സ് നിങ്ങളെ കരുത്തരാക്കുകയും മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും. പോസിറ്റീവ് മനോഭാവം. അച്ചടക്കം നിങ്ങളുടെ ചിന്തകളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് മനോഭാവം വളർത്താനും ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ഇത് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വികാരത്തിലേക്ക് നയിക്കുന്നു. മനസ്സിന്റെ അച്ചടക്കം വളർത്തുന്നത് എളുപ്പമല്ല, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ചെറിയ ചുവടുകളിലൂടെ ആരംഭിച്ച് ക്രമേണ കൂടുതൽ ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഓരോ വിജയവും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും അച്ചടക്കത്തിന്റെ പാതയിൽ തുടരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. മലയാളത്തിൽ ഒരു പ്രചോദനാത്മക കഥ പറയാൻ ഞാൻ സന്തോഷമുണ്ട്. കേരളത്തിന്റെ മനോഹര പശ്ചാത്തലത്തിൽ ഒരു കഥ പറയാം. കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒരു ചെറിയ പുഴയുടെ തീരത്ത് ഗോപാലൻ നമ്മുടെ കഥാനായകൻ താമസിച്ചിരുന്നു. ഗോപാലൻ കൃഷിയിടവ കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരനായിരുന്നു. പക്ഷേ അസാധാരണമായ ഒരു ഗുണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്: സ്വയം നിയന്ത്രണവും അച്ചടക്കവും. ദിവസം പുലരും മുമ്പേ എഴുന്നേറ്റ് വയലിൽ പണി ചെയ്യും, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കും, ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കും. ചുറ്റുപാടും ആളുകൾ കടക്കെണിയിലും മദ്യപാനത്തിലും അകപ്പെട്ടപ്പോൾ ഗോപാലൻ സ്വയം നിയന്ത്രിച്ചു. ഒരു ദിവസം വലിയൊരു മഴ പെയ്തു. പലരുടെയും വീടുകൾ നശിച്ചു, കൃഷി നശിച്ചു. ആളുകൾ നിരാശയിലായി. എന്നാൽ ഗോപാലന്റെ വീടും കൃഷിയും സുരക്ഷിതമായിരുന്നു. കാരണം അദ്ദേഹം മഴക്കാലത്തെ മുന്നിൽ കണ്ട് കരുതലെടുത്തിരുന്നു. അദ്ദേഹം വീട് ബലപ്പെടുത്തി, കൃഷിയിടത്തിനു ചുറ്റും വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ നിർമ്മിച്ചിരുന്നു. ആപത്ഘട്ടത്തിലും ഇദ്ദേഹത്തിന്റെ അച്ചടക്കം ഒരു രക്ഷയായി. ഇതുകണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. ഗോപാലൻ തന്റെ രഹസ്യം പങ്കുവച്ചു: മനസ്സിന്റെ അച്ചടക്കം സന്തോഷത്തിന്റെ താക്കോലാണ്. ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ പഠിച്ചാൽ എന്തും നേടാൻ കഴിയും. ഗോപാലന്റെ വാക്കുകൾ അവരെ സ്വാധീനിച്ചു. അവരും അച്ചടക്കം പരിശീലിക്കാൻ തുടങ്ങി. കടങ്ങൾ തീർത്തു, മദ്യപാനം നിർത്തി, കഠിനാധ്വാനം ചെയ്തു. ക്രമേണ ഗ്രാമം മാറി. വീടുകൾ പുനർനിർമ്മിക്കപ്പെട്ടു, കൃഷി പച്ചപിടിച്ചു, ആളുകൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ഗോപാലന്റെ കഥ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരിച്ചു. മലയാളികൾ അച്ചടക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി. കർഷകർ വിത്തും വളവും സമയബന്ധിതമായി ഉപയോഗിക്കാനും സാമ്പത്തിക ശേഷി മെച്ചപ്പെടുത്താനും അച്ചടക്കം സഹായിച്ചു. മീൻപിടിയന്മാർ കടലിലെ അപകടങ്ങൾ കുറയ്ക്കാനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും അച്ചടക്കം വഴിയൊരുക്കി. വിദ്യാർത്ഥികൾ പഠനത്തിലും കളിയിലും മികവ് നേടാനും സമൂഹത്തിന് ഇതിവൃത്തമാകാനും അച്ചടക്കം പ്രചോദനം നൽകി. കുടുംബങ്ങൾ സാമ്പത്തിക സ്ഥിരത, കുട്ടികളുടെ നല്ല വളർച്ച, സമാധാനപരമായ ജീവിതം എന്നിവയ്ക്കും അച്ചടക്കം വഴിതെളിച്ചു. സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമായി അച്ചടക്കം മാറി. ഗ്രാമങ്ങളുടെ മുഖച്ഛായ തന്നെ മാറി. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കേരളം പിറന്നു. കഥയിൽ നിന്നുള്ള പ്രചോദനം. അച്ചടക്കം വ്യക്തിഗത വിജയത്തിന് മാത്രമല്ല, സമൂഹത്തിന്റെ നന്മയ്ക്കും പ്രധാനമാണ്.
ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാകും. അച്ചടക്കം പരിശീലിക്കുന്നതിലൂടെ ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയും. മലയാളത്തിന്റെ സവിശേഷതകൾ. കഥയിൽ കേരളത്തിന്റെ മനോഹര പശ്ചാത്തലം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കർഷകർ, മീൻപിടിയന്മാർ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ എന്നിവയെപ്പോലുള്ള മലയാളി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ കഥ ബന്ധിപ്പിക്കുന്നു. ദൈവനിശ്ചയം, ആത്മീയത എന്നിവ പോലുള്ള മലയാള സംസ്കാരത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങളുമായി അച്ചടക്കത്തിന്റെ ആശയം ചേർത്തിണക്കിയിരിക്കുന്നു. മലയാളികൾക്കായി പ്രചോദനാത്മകവും പ്രസക്തവുമായ ഒരു കഥ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ചടക്കത്തിന്റെ പാത പിന്തുടർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനും നിങ്ങളുടെയും നിങ്ങളുടെ സമൂഹത്തിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനും പ്രചോദനം നൽകുക എന്നതാണ് എന്റെ ലക്ഷ്യം. പ്രചോദനം. ഗോപാലന്റെ കഥ കാണിക്കുന്നത് അച്ചടക്കം ആർക്കും പ്രാപ്യമാണ്, അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ചാൽ ഏത് വെല്ലുവിളികളെയും മറികടക്കാൻ കഴിയും. അച്ചടക്കം ഒറ്റരാത്രി കൊണ്ട് പഠിക്കാനാവില്ല, നിരന്തര പരിശ്രമം ആവശ്യമാണ്. പക്ഷേ ഫലം അത് മൂല്യവത്താണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.